Just remember that even the quietest tree has a storm at its roots. ഇങ്ങനൊരു തുടക്കം അനിവാര്യമായിരുന്നു, അത് ഇത്രയും വേണമായിരുന്നു. ചില ആശയങ്ങൾ പുതിയ ചിന്തയിലേക്ക് വഴിതെളിക്കുന്നു. ചിലത് കണ്ട കണ്ണ് നിറയും, ചിലത് കണ്ട ഉള്ളുപിടയും കണ്ണീരോടെയും ചിലത് ഞാൻ നോക്കി നിന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വർഷങ്ങളായുള്ള ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണം എന്ന് തന്നെ പറയാം. ലൂക്ക ഫിലിം കണ്ടത് മുതലേ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ ബിനാലെ കാണണം എന്നുള്ളത്. കൊച്ചി മുസറിസ് ബിനാലെയുടെ ഒരു 6ാം പതിപ്പിനാണ് ഞാൻ പോയത്. ബിനാലെ എന്നത് വളരെ ജൈവികമായ ഒരു ആവാസ വ്യവസ്ഥയുടെ സാങ്കല്പികമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ക്യൂറേറ്ററായ നിഖിൽ ചോപ്രയുടെ നോട്ട് ആരംഭിക്കുന്നത്. ബിനാലെ എന്നത് ഒരു പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു കേട്ടോ. എനിക്ക് ഒരു പ്രത്യേക ഒരു കാഴ്ചയാണ്. കണ്ടും നോക്കിയും അനുഭവിച്ചൊക്കെ നമ്മളങ്ങ് മനസ്സിലാക്കണം. കൺസെപ്റ്റൊക്കെ പറഞ്ഞു തരാൻ നിന്നാൽ അത് കഴിയില്ല കേട്ടോ. പറഞ്ഞു തരാൻ എനിക്ക് അറിയൂല. ആദ്യം ഞങ്ങൾ പോയത് ആസ്പിയം മോളിലാണ്. അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഡേവിഡ് ഹാളിൽ പോയി. അങ്ങനെ ഒട്ടനവധി നിരവധി സ്പോട്ടുകളുണ്ട് കേട്ടോ. ഇതിങ്ങനെ കണ്ട് ക്യൂറേറ്ററുടെ ആ നോട്ട് വായിച്ചാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കൊച്ചിയുടെ ഓരോ ചുമരിനും ഓരോ ഫീലുണ്ട്, ഓരോ കഥ പറയാനുണ്ട് കേട്ടോ. ചെറിയൊരു ഐറ്റത്തിന് പോലും വലിയൊരു അർത്ഥം പറഞ്ഞു തരാനുണ്ട് കേട്ടോ. കൊച്ചിയിൽ മൊത്തം ആകെ ഒരു ബിനാലെ വൈബാണെന്ന് തന്നെ പറയാം. ഓരോ ചുമരിൻ്റെ കഥകളും നമ്മൾ കണ്ട് നോക്കി അങ്ങ് നിന്ന് മനസ്സിലാക്കണം. മടക്ക് ഞാൻ പോരുമ്പോൾ ഇനിയും വരണം എന്നാഗ്രഹിച്ചിട്ടാണ് ഞാൻ പോരുന്നത്. അപ്പോൾ ഇനി അടുത്ത ബിനാലെ വരും വരെ ഞാനും കാത്തിരിക്കണം. ആ ഒരു ബിനാലയുടെ ഒരു ഫീൽ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു കാത്തിരിപ്പാണ് ഇനിയും.